ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം വളരെയധികം അധികരിച്ചിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അതിനു പറ്റിയ നല്ലൊരു കഥയും തിരക്കഥയും കൂടി വേണ്ടേ? ആദ്യം നിങ്ങൾ നല്ലൊരു കഥ എഴുതുക. ഞാനെങ്ങനെ കഥ എഴുതും എന്നാവും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, പലർക്കുമുള്ള ഒരു സംശയമാണിത്. കഥ എഴുതണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന്. കഥ എഴുതാനുള്ള കഴിവ് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ ജന്മസിദ്ധമായോ കിട്ടുന്ന ഒന്നാണെന്ന് ധരിക്കരുത്. ഏകാഗ്രതയും ഭാവനയും ചിന്താശേഷിയുമുള്ള ഏതൊരാൾക്കും നല്ല കഥാകൃത്തായി മാറുവാൻ സാധിക്കും. ഇവ മൂന്നും സ്വയം ആർജിക്കേണ്ടതാണ്. ഒരു ചെറിയ ആശയം കിട്ടിയാൽ അതിനെ ഒരു നല്ല കഥയാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ കാണാതാവുന്നു. ഈ സംഭവത്തിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഒരു കഥ എഴുതണം. എങ്ങനെ എഴുതൂ എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. പ്രശ്നം നിസാരമാണ്, ശ്രദ്ധിക്കുക. ആ പെൺകുട്ടിയെ കാണാതായതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അതെന്താണെന്ന് കണ്ടെത്തുകയാണ് ആദ്യപടി. ഒന്നുകിൽ അവൾ പ്രണയിച്ച യുവാവിനോടൊപ്പം നാടുവിട്ടു, അതുമല്ലെങ്കിൽ ആരോ അവളെ അപായപ്പെടുത്തുകയോ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തു. ഇപ്പോൾ കാരണം കിട്ടിക്കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് കഥ എഴുതാൻ ആരംഭിക്കാം. പ്രണയകഥ പറയുവാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കഥ ഇങ്ങനെ ആരംഭിക്കാം. കാണാതായ പെൺകുട്ടി റസിയ എന്നാണ് അവളുടെ പേര്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് വിഷ്ണുവുമായി പ്രണയത്തിലായിരുന്നു. വിഷ്ണുവും അതേ ക്യാമ്പസിലെ ഫൈനൽ സെമസ്റ്റർ വിദ്യാർത്ഥിയായിരുന്നു. റസിയ ആദ്യമായി ക്യാമ്പസിലേക്ക് വരുമ്പോൾ സീനിയേഴ്സായ വിഷ്ണുവും സുഹൃത്തുക്കളും ചേർന്ന് ഒപ്പിച്ച ചില കുസൃതി തരങ്ങൾ, അതുമൂലമുണ്ടായ പ്രശ്നങ്ങൾ, പിണക്കങ്ങൾ, പരിഭവങ്ങൾ, ഒരുപക്ഷെ ഇണക്കങ്ങളെക്കാൾ ഉപരി പിണക്കങ്ങളിലൂടെയായിരുന്നു അവരുടെ ഉള്ളിലെ പ്രണയം വളർന്നത്. ഇപ്പോൾ പിരിയാനാകാത്ത വിധം അവർ അത്രയേറെ അടുത്തു പോയിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ വിഷ്ണുവും റസിയയും തമ്മിലുള്ള ഈ അടുപ്പം അവളുടെ വീട്ടിലറിഞ്ഞു. അവർ അവളെ ഒരുപാട് തല്ലുകയും കോളേജിൽ പോകുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. റസിയയുടെ സഹോദരൻ ഷമീർ വിഷ്ണുവിനെ കാണുകയും അവനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിഷ്ണുവിനും റസിയയ്ക്കും പരസ്പരം കാണാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു ദിവസം രാത്രി റസിയ ആരും അറിയാതെ വീട് വിട്ടിറങ്ങി. ഈ ഘട്ടമാണ് ഒരു കഥയുടെ ടേണിംഗ് പോയിന്റ്. ഇവിടെയാണ് ഒരു കഥാകൃത്ത് വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും. മേൽപ്പറഞ്ഞ അത്രയും കാര്യങ്ങൾ വിവരിക്കാൻ ഒരു കഥാകൃത്താകണമെന്നൊന്നുമില്ല. സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിയെ കൊണ്ടും സാധിക്കും. എന്നാൽ റസിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഭാവനയും ചിന്താശേഷിയുമുള്ള ഒരു എഴുത്തുകാരനെ കൊണ്ടേ സാധിക്കും. ആ ഉത്തരമാകട്ടെ പ്രേക്ഷകർക്ക് ആസ്വാദ്യകരവുമായിരിക്കണം. ഇനി പറയൂ, വീട് വിട്ടിറങ്ങിയ റസിയയ്ക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം: വിഷ്ണുവിനോടൊപ്പം നാട് വിട്ടു എന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അതല്ല മറിച്ച് ചിന്തിക്കുന്നു എങ്കിൽ നിങ്ങളിലെ എഴുത്തുകാരൻ ഉണർന്നു എന്ന് തന്നെ സാരം. റസിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിന് ഞാൻ നിങ്ങൾക്ക് രണ്ട് സാധ്യതകൾ പറഞ്ഞുതരാം. ഒന്ന്, റസിയ വിഷ്ണുവിനോടൊപ്പം നാട് വിട്ടു. അവർ ചെന്നെത്തിയത് ഭാഷ പോലും വശമില്ലാത്ത ഒരു വൻ നഗരത്തിലായിരുന്നു. സ്വച്ഛമായ ഒരു ജീവിതം ആഗ്രഹിച്ച അവർക്ക് അവിടെ നേരിടേണ്ടി വരുന്നത് യാതനകളും ദുരിതങ്ങളുമായിരുന്നു. ഇനി രണ്ടാമത്തെ സാധ്യത, കാണാതായ റസിയയ്ക്ക് വേണ്ടി വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ നടുക്കുന്ന ഒരു വാർത്തയാണ് അവരെ തേടിയെത്തിയത്. സമീപ പ്രദേശത്തുള്ള റെയിൽവേ ട്രാക്കിൽ റസിയയുടെ മൃതദേഹം കണ്ടെത്തി. വിഷ്ണുവിനെ കാണുവാനില്ല. ആരായിരിക്കും റസിയയുടെ മരണത്തിന് പിന്നിൽ? വിഷ്ണുവിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? കഥ ഇപ്രകാരമാണ് പുരോഗമിക്കുക. ഏതൊരു നിസ്സാര സംഭവത്തെയും ഇപ്രകാരം വികസിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. കഥയുടെ ഓരോ ഘട്ടത്തിലും പ്രേക്ഷകൻ്റെ ആകാംക്ഷയെ ഇരട്ടിപ്പിക്കണം. ഓരോ ഘട്ടവും ഓരോ ചോദ്യമാണ്. എങ്ങനെ? അതിന് ഒരു ഉത്തരമല്ല, ഒരുപാട് ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയണം. അതിൽ ഏറ്റവും ഉചിതമായത് തിരഞ്ഞെടുക്കണം. അവിടെയാണ് ഒരു കഥാകൃത്തിൻ്റെ വിജയം. തിരക്കഥാരചന നിർവഹിക്കുമ്പോഴും നിങ്ങൾ ഈ തത്വമാണ് പിന്തുടരേണ്ടത്. ഇനി പറയൂ, റസിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിന് മേൽപ്പറഞ്ഞ രണ്ട് കാരണങ്ങൾ മാത്രമാണോ ഉണ്ടാവുക? അല്ല, ഇനിയും നിരവധി കാരണങ്ങൾ കണ്ടെത്താനാവും. നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കുക.
ഇപ്രകാരം കഥ എഴുതാൻ നമുക്ക് ശീലിക്കാം. ഒരു കഥ എഴുതുമ്പോൾ നിങ്ങൾ ആ കഥയിലെ കഥാപാത്രങ്ങളായി മാറണം. അതിനുള്ള ഒരു അന്തരീക്ഷം സ്വയം സൃഷ്ടിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത്. ഈ ഒരു കഥ എഴുതുമ്പോൾ അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചാവും നമ്മളൊരു കഥ പൂർത്തിയാക്കുക, അല്ലേ? എന്നാൽ ഇതേ കഥ ഒരു തിരക്കഥയാകുമ്പോൾ കഥയിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും തിരക്കഥയിൽ രൂപപ്പെട്ടു വരും. അത് ആവശ്യവുമാണ്. ഇനി ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ അതിലെ പല കഥാപാത്രങ്ങളെയും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ കണ്ടിട്ടുള്ളതായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അത്തരം കഥാപാത്രങ്ങൾ നമുക്ക് വളരെയധികം രസിക്കാറുമുണ്ട്. എന്നാൽ മറ്റു ചില കഥാപാത്രങ്ങളോ ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടോ എന്ന് സംശയിച്ചു പോകും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത്, എഴുത്തുകാരൻ തൻ്റെ ചുറ്റുപാടുകളിൽ താൻ കണ്ട പല വ്യക്തികളുടെയും സ്വഭാവ സവിശേഷതകളെ കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചു. രണ്ടാമത്തേത്, തനി സാങ്കല്പിക സൃഷ്ടി. ഒന്നാമത് പറഞ്ഞ ഘടകത്തിനാണ് തിരക്കഥാ രചനയിൽ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. കാരണം അത്തരം കഥാപാത്രങ്ങളാണ് ഒരു സിനിമയുടെ ജീവൻ. ഇനി എങ്ങനെയാണ് ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കണ്ട വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളെ ഒരു കഥാപാത്രത്തിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന് ചോദിച്ചാൽ, അതിന് നിങ്ങൾ ഒബ്സർവേഷൻ ശീലിക്കുക. അതായത് നിങ്ങളുടെ നിരീക്ഷണ പാടവം വളർത്തിയെടുക്കുക.